ഇല്ല, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു. ഈ SOP-യുടെ കാര്യമായിരുന്നാലും ഓൾറെഡി നമ്മൾ നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്ററോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു. അവർക്കതിൻ്റെ കാര്യഗൗരവം കൃത്യമായിട്ട് മനസ്സിലായി. അതിനുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തും. SOP 2 ആഴ്ചക്കുള്ളിൽ നിലവിൽ വരും. എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും മത്സ്യഫെഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിഷറീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യമായിരുന്നാലും അതൊക്കെ ഓൾറെഡി അവരുടെ ഇപ്പം അതൊന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം എത്രയും വേഗം പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞ് നമുക്ക് അഷ്യൂറിറ്റി തന്നിട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും പരാമർശങ്ങൾ അതിലൊരു വിഷമം നിങ്ങളും പങ്കുവച്ചു. മുഖ്യമന്ത്രി തീരപ്രദേശമാണെന്ന് എന്നൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അപ്പോഴും മാപ്പ് പറയണം മുഖ്യമന്ത്രി എന്നത് ആവശ്യമാണ്. അത് പറയേണ്ട കാര്യമല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് ആ വീഡിയോയും ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒരിക്കലും അങ്ങനെ അത്തരം പരാമർശങ്ങൾ ഒരു ചെയറിലിരുന്നുകൊണ്ട് പറയേണ്ടതല്ല. അത് ഉറപ്പായിട്ടും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അവഹേളിക്കുന്ന തരത്തിലാണ് അത് ആവിപ്പോകുന്നത്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഒത്തിരി വ്യക്തവും ഒരു ഫ്യൂച്ചറിൽ അതെങ്ങനെ നിങ്ങളെ ബാധിക്കാതിരിക്കും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാമേശ്വരം ഭാഗത്തേക്കുള്ള തിരച്ചിൽ അത് ചെന്നൈ കോസ്റ്റ് ഗാർഡിനോട് നിങ്ങൾ അനുമതി കിട്ടിയിട്ടുണ്ടോ? അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ തന്നെ രാമേശ്വരം ഭാഗത്ത് സെർച്ച് നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ കളക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇതുവരെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശം അതിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പോലും മറുപടിയില്ല. അതെ, അത് ഞാനിപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിൽ വിഷമമുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അതിൽ വിഷമമുണ്ട്. പക്ഷേ ഇത് ചിന്തിക്കേണ്ടവർ, ഇത് പറയേണ്ടവർ അത് പറയുന്നില്ല. അതിനുള്ള കാര്യങ്ങൾ അത് അവരെന്താണെന്ന് വെച്ചാൽ അവരത് തീരുമാനിക്കണം. ഇനി പറയുമ്പോഴെങ്കിലും, ഇനി പരാമർശങ്ങൾ നടത്തുമ്പോഴെങ്കിലും ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അവരെ അടിച്ചമർത്തുന്ന രീതിയിലോ ആകരുത്. അവരുടെയും കൂടെ വോട്ടാണ് നിങ്ങളുടെ കസേരകൾ എന്ന് മറക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നീണ്ടകരയിലേക്ക് അവിടെ പോയി കാണുന്നുണ്ട്. മുതലപ്പുഴയിലേക്കും വിഴിഞ്ഞത്തേക്കും വരണം എന്നൊരു ആവശ്യം കൂടി പൊതുവായിട്ട് ഉന്നയിക്കപ്പെടുന്നു. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. ഇവിടെ ആരും ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കുടുംബക്കാരെ ആശ്വസിപ്പിച്ചിട്ട് പോകുന്ന ആ ഒരു പ്രവണത അതിന് വരണം എന്ന് ഇവിടെ ആരും പറയുന്നില്ല. അതിനുള്ള ഒരു ആവശ്യമായിട്ട് അത് ഉന്നയിക്കുന്നതിനേക്കാൾ ഉപരി ഈ ഇപ്പം നടന്നു വരുന്ന സാഹചര്യങ്ങളിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് നിങ്ങൾ നടത്തേണ്ട അടുത്ത സൊല്യൂഷൻസ്, അതിനാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത്. അടുത്തിനി എന്ത് നടക്കണം, പ്രോപ്പറായിട്ടാണോ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കേണ്ടത്, ഇനി ഇതിലുള്ള വീഴ്ചകൾ കണ്ടെത്തി അതിനെ പരിഹരിക്കുക, അതിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കണം, ആ ആവശ്യങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം. അപ്പം അവർ തന്നെ അത് ഏറ്റെടുത്ത് എത്രയും വേഗം നല്ല എഫിഷ്യൻ്റായിട്ട് അതിനെ നടത്തുക, എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, നമ്മളും ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല തീരുമാനം എല്ലാവരുടെ വശത്തു നിന്നും ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. സർക്കാർ ഒപ്പം ഉണ്ടെന്ന് വരുന്നുണ്ട്. ഇപ്പം 2 മന്ത്രിമാർ വരുന്നു. അപ്പം 3 സർക്കാർ ഒപ്പം ഉണ്ടെന്ന് വരുന്നുണ്ട്. എല്ലാവരും ഒപ്പം ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണുള്ളത്. കാരണം ഇന്നും ഇന്നലെയുമായിട്ട് തന്നെ ഒരുപാട് പേര് നമുക്കിവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. കേൾക്കാൻ തയ്യാറാവുന്നതിലുപരി ഇതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എത്രയും വേഗം എടുക്കാമെന്നാണ് അവർ നമുക്ക് ഉറപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് പ്രോപ്പറാണ്. അതുകൊണ്ട് അതിൽ വിശ്വസിക്കുക അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ.